കോഴിക്കോട് സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ വർഗീസ് മാത്യു വിരമിക്കുന്നു. ദീർഘമായ 4 വർഷത്തെ സേവനത്തിനു ശേഷമാണ് അദ്ദേഹം കോളേജിന്റെ പടികൾ ഇറങ്ങുന്നത്. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്നും അധ്യാപകനായി വിരമിച്ച ശേഷമാണ് പ്രൊഫസർ വർഗീസ് മാത്യു സെന്റ് സേവിയേഴ്സ് കോളേജിൽ പ്രിൻസിപ്പളായി ചുമതലയേൽക്കുന്നത്. 4 വർഷക്കാലം ആ പദവിയിലിരുന്ന പ്രൊഫസർ വർഗീസ് മാത്യു കലാലയത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് നേതൃത്വം നൽകി. അദ്ദേഹത്തിന്റെ കാലത്ത് പാഠ്യപ്രവർത്തനങ്ങളോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും കോളേജ് മുൻപന്തിയിലെത്തി. കോളേജിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനധ്യാപകരെയും മാനേജ്മെന്റിനെയും ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കാനും അദ്ദേഹത്തിനായി. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ, ഗ്രന്ഥകാരൻ, പ്രാസംഗികൻ, അധ്യാപകൻ, അനേകം ശിഷ്യർക്ക് ആദരണീയനായ ഗുരുനാഥൻ എന്നിങ്ങനെ നീളുന്നു അദ്ദേഹത്തിനായുള്ള വിശേഷണങ്ങൾ. ദീർഘകാലത്തെ അധ്യാപന വൃത്തിക്ക് ശേഷം എത്തിച്ചേർന്ന സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ എന്ന പദവിക്ക് ഒട്ടും മങ്ങലേൽപ്പിക്കാതെയാണ് അദ്ദേഹത്തിന്റെ പടിയിറക്കം. അധ്യാപകൻ എന്നതിലുമുപരി അദ്ദേഹം പകർന്നു നൽകിയ സ്നേഹവും വാത്സല്യവും കരുതലും സെന്റ് സേവിയേഴ്സ് കോളേജിലെ കുട്ടികളിലൂടെയും കോളേജ് സാരഥികളിലൂടെയും എന്നും ഓർമ്മിക്കപ്പെടും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.